ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാർത്തിക ദിനത്തിലെ ഒരു ചെറിയൊരു വ്ളോഗാണ് കാണിക്കുന്നത്. കാർത്തിക ദിവസത്തിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് വന്നൊരു എഴുന്നള്ളത്താണ്. എഴുന്നള്ളത്തിനും കഴിഞ്ഞ ശേഷം പിന്നെ ഉറക്കമായി. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി. പിന്നെ വൈകിട്ടത്തേക്ക് വേണ്ടിയിട്ട് പരിപ്പ് വടയ്ക്കും ആപ്പത്തിന് വേണ്ടിയിട്ട് അടുത്ത ദിവസത്തേക്ക് കാപ്പിക്ക് വേണ്ടിയിട്ട് ആപ്പത്തിന് ഇട്ടു. ആപ്പത്തിനോട് ഞാൻ കുറച്ച് ഉഴുന്നും ഉലുവയും കൂടെ ചേർക്കും. പിന്നെ തലേ ദിവസത്തെ പഴയ ചോറുണ്ടെങ്കിൽ അത് തേങ്ങയും കൂടെ ചേർത്താണ് അരയ്ക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം തുണി കഴുകാനുണ്ടായിരുന്നു, അത് വാഷിംഗ് മെഷീനിലിട്ടു. നനയ്ക്കാനൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഞാൻ ആഹാരം കഴിക്കായിരുന്നു. രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം നനച്ച തുണിയും കൂടെ ഇടാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ കാക്കയ്ക്കും കൂടെ ആഹാരം കൊണ്ടുവന്നു. ഇപ്രാവശ്യം കുറേ മറ്റേ സീതാപ്പഴമില്ലേ, കസ്റ്റേർഡ് ആപ്പിൾ, അത് നിറയെ കായ്ച്ചിട്ടുണ്ട് നമ്മുടെ മരത്തിൽ. അതിനുശേഷം കഴിഞ്ഞ വർഷം കാർത്തിക കഴിഞ്ഞിട്ട് എല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിരുന്ന വിളക്കുകൾ, ചിരാതുകളൊക്കെ എടുത്ത് വെച്ചു. ഞാൻ എല്ലാ വർഷവും പുതിയത് കുറച്ചുകൂടെ വാങ്ങിക്കും. ഒരു 10-15 കൂടെ പുതിയത് എല്ലാ വർഷവും വാങ്ങിക്കും. പിന്നെ വിളക്കെല്ലാം കഴുകി വെച്ചു. ഇതാണ് പുതിയത് വാങ്ങിച്ചത്. വിളക്കിൽ ചന്ദനവും കുങ്കുമെല്ലാം ഇട്ട് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് തെരളിയില നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതും എടുത്ത് കഴുകിയിട്ട് പിന്നെ തെരളി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഈ കാർത്തികോത്സവം വരുന്ന സമയത്ത് മാത്രമേ ഇവിടെ നമ്മൾ തെരളി ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ ആറ്റുകാൽ പൊങ്കാല, അത് എപ്പോഴും ഉണ്ടാക്കത്തില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടുതലും പായസം എല്ലാവരും വയ്ക്കുന്നത്. തെരളി ഉണ്ടാക്കുന്നവരുണ്ട്. ഇവിടെ കാർത്തികന് മാത്രമേ തെരളി ഉണ്ടാക്കത്തുള്ളൂ. നല്ല മണവും നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ അത് വേവിക്കാൻ വെച്ചിട്ട് വീടൊക്കെ കഴുകി വരാന്തയെല്ലാം കഴുകി ഇറക്കിയിട്ട് കോലമൊക്കെ ഇട്ടു. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തെരളി വെന്തിട്ടുണ്ട്. വൈകിട്ട് വിളക്കെല്ലാം തെളിയിച്ചു. പ്രസാദമായിട്ട് തെരളി പടത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട്. എല്ലാ റൂമിലും ഞാൻ വിളക്ക് തെളിയിക്കും. പുറത്ത് മാത്രമല്ല, അകത്ത് എല്ലാ റൂമിലും ഞാൻ വയ്ക്കും. അടുക്കളയിലും എല്ലാം വയ്ക്കും. ഞാൻ വിളക്ക് വയ്ക്കും, അതായത് ഇടിഞ്ഞിൽ വയ്ക്കും, ചിരാത് വയ്ക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും ഇതുപോലെ പ്രകാശമുള്ള സന്തോഷവും സമാധാനവും ആരോഗ്യം നിറഞ്ഞൊരു ലൈഫ് എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.